ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു GDEC. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളെ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് അഥവാ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. അതിൻ്റെ വിവിധ എക്സാമ്പിളിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യാന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഇൻട്രോഗേറ്റീവ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കാരണം നമുക്കറിയാം പല രീതിയിലുള്ള മാറ്റങ്ങൾ വാക്കുകൾക്ക് വരുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചില വേർഡ്സ് ഉണ്ട്, നിയർനെസ്സിനെ കാണിക്കുന്ന ചില വാക്കുകളുണ്ട്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കാണിക്കുന്ന ചില വാക്കുകളുണ്ട്. അപ്പം നിയർനെസ്സിനെ കാണിക്കുന്ന വാക്കുകൾ പലപ്പോഴും അത് ഡിസ്റ്റൻസിനെ കാണിക്കുന്ന വേർഡ്സ് ഇറ്റ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഡിസ്റ്റൻസ് വേർഡ്സ്. ഒരു നമ്മളെ നിയർനെസ് വേർഡ്സ് ഒക്കെ തന്നെ ഡിസ്റ്റൻസ് വേർഡ്സ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇനിയുള്ള എല്ലാ ടൈപ്പ് സെൻറ്റൻസിനെയും മാറ്റുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അത്തരത്തിലുള്ള വാക്കുകൾ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം നൗ ദെൻ ആയിട്ട് മാറാറുണ്ട്, അതാണ് ഒന്ന്. പിന്നെ ഹിയർ എന്നുള്ളത് ദേർ ആയിട്ട് മാറും, നമ്മൾ കണ്ടിട്ടുണ്ട്, അത് മറ്റൊന്നാണ്. അതേപോലെ തന്നെ ദിസ് ദാറ്റ് ആയിട്ട് മാറും, ദിസ് ദാറ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറും. ദസ് എന്നുള്ളത് സോ ആയിട്ട് മാറാറുണ്ട്. ടുനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറാറുണ്ട്. ടുമാറോ എന്നുള്ളത് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ദ ഫോളോയിങ് ഡേ എന്നായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്ന് മാറാറുണ്ട്. ദ ഡേ ബിഫോർ എന്ന് മാറാറുണ്ട്. ആ രണ്ട് രീതിയിൽ അതിനെ മാറ്റാറുണ്ട്. അതുപോലെ തന്നെ ദീസ് എന്ന് പറയുന്ന ദീസ് ഗേൾസ്, ദീസ് ബോയ്സ്, ദീസ് ബുക്സ് എന്നൊക്കെ പറയുമ്പോൾ ദീസ് ദോസ് ആയിട്ട് മാറാറുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചില്ലെങ്കിൽ എക്സാമിന് നമ്മൾ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റിപ്പോകും. കാരണം ഈ പറഞ്ഞ നിയർനെസ്സിനെ കാണിക്കുന്ന വാക്കുകളെ നമ്മൾ ഡിസ്റ്റൻസ് ആക്കി മാറ്റണം. ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ടെൻസിൽ മാറ്റം വരുത്തണം എന്നുള്ള നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇതിൽ വേറെയും വാക്കുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നൊക്കെ വന്നാൽ ദ ഫോളോയിങ് ഇയർ, ദ ഫോളോയിങ് വീക്ക് എന്നൊക്കെ മാറും. നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ ദ ഫോളോയിങ് ഇയർ ആയിട്ട് മാറണം. ഇതൊക്കെ ഡയറക്റ്റ് ഇൻഡയറക്റ്റിലേക്ക് വരുമ്പോഴുള്ള മാറ്റങ്ങളാണ്. ഇത്തരം മാറ്റങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുമ്പോൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെൻസിലുള്ള മാറ്റമാണ്. നമുക്കറിയാം ടെൻസിലുള്ള മാറ്റം നമ്മൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടു. സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറി, സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറി, പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി, പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. അതേപോലെ സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് ആയിട്ട് മാറി. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ടെൻസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ഒരു കോളം വരച്ച് എഴുതിയിട്ട് നമ്മുടെ നോട്ടിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ കറക്റ്റാക്കി ചെയ്യുകയും എന്നാൽ ഈ പറഞ്ഞ ടേംസ് ഒക്കെ തന്നെ നമ്മളോട് തെറ്റിപ്പോവുകയും ചെയ്താൽ ടെൻസ് മാറൽ നിർബന്ധമാണ്. ടെൻസുകളിൽ എല്ലാ സെന്റൻസുകളിലും ടെൻസിൽ മാറ്റം വരുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ അടുത്ത എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന ഇമ്പരറ്റീവ് ഉണ്ട്, അതുപോലെ എക്സ്ക്ലമേറ്ററി ഉണ്ട്. ഇതിലൊക്കെ തന്നെ പല ടൈപ്പ് നമുക്കറിയാം. റിപ്പോർട്ടിംഗ് വെർബ് എപ്പോഴും പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ഫോമിലുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെഡ് എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആസ്ക്ഡ് ആണ് ഈ പറയുന്ന ഇൻട്രോഗേറ്റീവിൽ. ഇതിലൊക്കെ വരുമ്പോൾ നമ്മൾ പലതിലും പല റൂൾസാണ്. ഇതിൽ നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. ഇതിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ദാറ്റ് ഉപയോഗിച്ചു. പക്ഷേ ഇനി പറയാൻ പോകുന്ന ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ ഇതിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് അഥവാ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ആസ്ക്ഡിന്റെ കൂടെ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത പോലെ തന്നെ അതിന്റെ കൂടെ ആസ്ക്ഡ് എന്നല്ലാതെ വേറൊരു റിപ്പോർട്ടിംഗ് വെർബ് ക്വസ്റ്റ്യന് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ സെറ്റ് എന്നുള്ളതിൽ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ടോൾഡ് എന്നൊക്കെ ആക്കാം, സെറ്റ് ദാറ്റ് ടോൾഡ് ദാറ്റ് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ടൈപ്പ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. ചോദ്യ രൂപത്തിലുള്ള സെന്റൻസ് എന്നാണ് പറയുന്നത്. ഇൻട്രോഗേറ്റീവ്, വാട്ട് ഈസ് യുവർ നെയിം, വെർ ആർ യു ഗോയിങ് എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ടൈപ്പിനെ മാറ്റുമ്പോൾ അതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് എപ്പോഴും ആസ്ക്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് ഈ പറഞ്ഞ ആസ്ക്ഡ് ഉപയോഗിക്കുക, അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നതാണ്. സ്ട്രക്ചറിൽ വേർഡ് ഓർഡർ ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻ ടു അസർട്ടീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. ആ പറയുന്ന അഫർമേറ്റീവിലേക്ക് മാറണം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം വേർ ആർ യു ഗോയിങ് എന്നുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ
അതിന്റെ വേർഡ് ഓർഡർ WHERE വേർ ഫസ്റ്റ് വന്നു, ക്വസ്റ്റ്യൻ വേർഡ് വന്നു, സെക്കൻഡ് ഓക്സിലറി വെർബ് വന്നു, പിന്നെ യു വന്നു, പിന്നെ വെർബ് വന്നു, വേർ ആർ യു ഗോയിങ് എന്നുള്ളതിൽ. അതാണ് അതിന്റെ ഓർഡർ. പക്ഷെ ഇതിനെ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഈ വേർഡ് ഓർഡർ മാറണം. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ ആവരുത്. ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ള വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അതാണ് വേർ ആർ യു. അപ്പോൾ സബ്ജക്റ്റിന് മുമ്പിൽ എപ്പോഴും ഓക്സിലറി വെർബ് ഉണ്ടാവും, സബ്ജക്റ്റിന് ശേഷം അതിന്റെ വെർബ് വരും. അത്തരത്തിലാണ് നോർമലി ക്വസ്റ്റ്യൻ മേക്കിംഗ്. പക്ഷേ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അത് വരാൻ പാടില്ല. റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വേർഡ് ഓർഡറിൽ മാറ്റം വരണം. എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റു മാർക്ക് പോലെ പറയാം നമുക്ക്. ഇങ്ങനെ മാറും. ആർ യു എന്നുള്ളത് യു ആർ ആവും. ആ യു ആർ തന്നെ ടെൻസ് മാറ്റിയിട്ട് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള മാറ്റം വരും. അത് നിങ്ങൾ പറയുമ്പോഴല്ല മനസ്സിലാവും. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചെയ്യാൻ പോകുന്ന എക്സാമ്പിളിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഴുതാം. വേർ ആർ യു ഗോയിങ് നൗ എന്നാണ് ക്വസ്റ്റ്യൻ. അത് എഴുതി നോക്കാം നമുക്ക്. വേർ ആർ യു ഗോയിങ് നൗ? ഹി സെഡ് എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ അത് തന്നെ ഉപയോഗിക്കാം. റിപ്പോർട്ടിംഗ് വെർബ് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം. സ്റ്റേറ്റ്മെന്റ്സിൽ ഉപയോഗിച്ച് തന്നെ ഉപയോഗിക്കാം. ഹി സെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു വേർ ആർ യു ഗോയിങ്? അദ്ദേഹം പറഞ്ഞു. ശരിക്കും പറഞ്ഞാണോ? അല്ലല്ലോ, ചോദിച്ചതല്ലേ. ഹി സെഡ്, ഹി ആസ്ക്ഡ് ആണ് ശരിക്കും. നമുക്കറിയാം. അത് കേട്ട് അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താലും നമുക്കറിയാം അതിന്റെ റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കേണ്ടത് ആസ്ക്ഡ് ആണ്. കാരണം അത് പറഞ്ഞു എന്ന് പറഞ്ഞാലും അത് ചോദ്യമാണ്. വേർ ആർ യു ഗോയിങ് എന്നാണ്. വേർ ആർ യു ഗോയിങ് നൗ എന്ന് ചോദിച്ചു. അപ്പൊ ഇതിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എങ്ങനെ മാറ്റാം? ഹി സെഡ് പറ്റില്ല, ഹി ആസ്ക്ഡ് ആക്കണം. കാരണം ഇത് ക്വസ്റ്റ്യൻ ആണല്ലോ. ഹി ആസ്ക്ഡ് ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇത് ഇന്ററോഗേറ്റീവ് ടൈപ്പ് ആണ്. അതിൽ ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയായിരിക്കും? ഹി ആസ്ക്ഡ് വേർ ആർ യു ഗോയിങ് നൗ അല്ലേ പറഞ്ഞത്? അത് നമ്മൾ പറഞ്ഞു ടെൻസിൽ മാറ്റം വരുത്തണം. ആർ യു ഗോയിങ് എന്നുള്ളത് യു ആർ ഗോയിങ് അല്ലെങ്കിൽ ആർ യു ഗോയിങ് ഏത് ടെൻസാ? പറഞ്ഞു ഏത് ടെൻസാ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഏത് ടെൻസാ അത്? ആമീസ് ആർ പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ വരുന്നത് ഇവിടെ. ഏത് ടെൻസാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തെ പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറ്റണം. അപ്പൊ എന്തായിരിക്കും ഉത്തരം? ഹി ആസ്ക്ഡ് വേർ, ആരോടാ ചോദിച്ചത്? എന്നോടാണെങ്കിൽ ആയി പറയണം. ഇനി നമുക്ക് ഹിം എന്നാക്കാം. ആസ്ക്ഡ് ഹി സെഡ് ടു ഹിം അല്ലെങ്കിൽ ഹി സെഡ് ടു മീ, എന്താണെങ്കിലും അതിനനുസരിച്ച് നമ്മൾ അതിൽ യു മാറും. യു എന്ന സബ്ജക്റ്റ് വേർ ആർ യു എന്നുള്ളത് ചോദ്യം എന്നോടാണെങ്കിൽ ഞാൻ ഐ ആയിട്ട് പറയണം. ഇനി അവനോടാണ് ചോദിച്ചതെന്ന് നമ്മൾ പറയുന്നെങ്കിൽ അവൻ എന്നുള്ളതിന് നമ്മൾ ഹി ആസ്ക്ഡ് ഹിം എന്ന് പറയണം. ആരോടാ ചോദിച്ചതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. എന്നിട്ട് പറയുന്നു വേർ ആർ യു ഗോയിങ് എന്ന് പറയുമ്പോൾ വേർ ഐ വാസ് ഗോയിങ് അല്ലെങ്കിൽ വേർ ഹി വാസ് ഗോയിങ്. അപ്പോൾ അവനോടാ ചോദിച്ചതെങ്കിൽ ഹി ആസ്ക്ഡ് ഹിം എന്ന് എഴുതാം. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാം. നമുക്ക് ഹി ആസ്ക്ഡ് ഹിം വേർ ഹി വാസ് ഗോയിങ് അങ്ങനെ എഴുതാം. നമുക്ക് വേർ ഹി വാസ് ഗോയിങ്. എന്തൊക്കെ മാറ്റം വരുത്തി ഇവിടെ? അതിന്റെ കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റി. പിന്നെ അതിന്റെ വേർഡ് ഓർഡർ മാറ്റി. അപ്പോൾ വേർ ആർ യു ഗോയിങ് എന്നുള്ളത് വേർ ഐ വാസ് ഗോയിങ് അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്നുള്ളത് വേർ ഹി വാസ് ഗോയിങ് എന്നായിട്ട് മാറും. എല്ലാവർക്കും തെറ്റുവരുന്ന, പരീക്ഷകളിൽ മിക്കവാറും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, തെറ്റുവരുന്ന, എങ്ങനെ നോക്കിയാലും എവിടെയെങ്കിലും തെറ്റുവരുത്തുന്ന ഒരു ഭാഗമാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർ വരുത്തിയിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വേർഡ് ഓർഡറിലുള്ള മാറ്റവും അതുപോലെ തന്നെ ടെൻസിൽ വരുന്ന മാറ്റവും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ എക്സാമ്പിൾ നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ഹി ആസ്ക്ഡ് ഹിം, അത്രയും നമ്മൾ പറഞ്ഞു വെക്കാം. റിപ്പോർട്ട് ചെയ്യണം. ഹി ആസ്ക്ഡ് ഹിം, അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വേർ ആർ യു ഗോയിങ് നൗ? നീ ഇപ്പോൾ എവിടെയാണ് പോകുന്നത് എന്ന് ചോദിച്ചു. നീ ഇപ്പോൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നിയമം, അല്ലേ? അതോടൊപ്പം തന്നെ ഒരു നിയമം കൂടിയുണ്ട്. അതിന്റെ വേർഡ് ഓർഡറിൽ മാറ്റം വരണം. എന്ന് പറഞ്ഞാൽ വേർ ആർ യു എന്നുള്ളത് വേർ യു ആർ എന്ന പോലെ മാറണം. അപ്പൊ നമുക്ക് പറയാം, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ്. വേർഡ് ഓർഡർ അങ്ങ് മാറ്റാം. എങ്ങനെ മാറ്റാം? വേർ ആർ യു ഗോയിങ് എന്നുള്ളത് വേർഡ് ഓർഡർ മാറ്റി വെക്കുക. അപ്പൊ എന്ത് കിട്ടും? വേർ യു ആർ ഗോയിങ് എന്നായിട്ട് കിട്ടുമല്ലോ. ക്വസ്റ്റ്യന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് മുമ്പാണ് ഓക്സിലറി വെർബായ ആർ വേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ മാറ്റുമ്പോൾ അതിന്റെ ഓർഡർ, അതിന്റെ സ്ട്രക്ചർ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് സാധാ സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പോൾ യു ആർ യു എന്നുള്ളത് യു ആർ ആക്കി മാറ്റുക. ഓക്കെ, ആർ യു എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ യു ആർ ആക്കിയിട്ട് മാറ്റുന്നു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ഇല്ലാതെ തന്നെ പലരും പെട്ടെന്ന് ചെയ്യും. എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറയുന്നത് മാത്രം. നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് യു ആർ, വേർ യു ആർ ഗോയിങ് നൗ എന്നാക്കാം. പിന്നെ നമുക്ക് ടെൻസ് മാറ്റി നോക്കാം. അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റി നോക്കാം. വേർ യു എന്നുള്ളത് ഇപ്പോൾ അവനോടല്ലേ ചോദിച്ചത്, അപ്പോൾ വേർ ഹി ആയിട്ട് മാറും.
ഹി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ പാസ്റ്റിലേക്ക് മാറ്റുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലോ, മുകളിലത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ആണല്ലോ, അതിനെ മാറ്റുമ്പോൾ നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ എന്തായിരിക്കും ആൻസർ കിട്ടുക? വേർ ഹി വാസ് ഗോയിങ് എന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണ് മാറ്റുന്നതിന്. അപ്പം ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് അതിന്റെ വേർഡ് ഓർഡർ മാറ്റി എഴുതുക. സ്റ്റെപ്പ് ചെയ്തിട്ട് നമുക്ക് മാത്സ് ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്ത് പഠിക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് ക്ലിക്ക് ആവാത്തവർക്ക് ഏറ്റവും എളുപ്പ മാർഗ്ഗം ഇതാണ്. വേർ ആർ യു ഗോയിങ് എന്നുള്ള സെന്റൻസിനെ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഓർഡർ മാറ്റുക. സബ്ജക്റ്റിന് മുമ്പിലുള്ള ഓക്സിലറി വെർബിനെ സബ്ജക്റ്റിന് ശേഷം എടുത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് വേർ യു ആർ ഗോയിങ് കിട്ടും. ഇനി നമ്മൾ പറയുന്നു യു ആർ ഗോയിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അതിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കണം. അപ്പൊ എന്ത് കിട്ടും? യു വേർ ഗോയിങ് എന്നായിട്ട്, വേർ യു വേർ ഗോയിങ് ആയിട്ട് കിട്ടും എന്നും അങ്ങനെ കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് യു എന്നുള്ളതിനെ സബ്ജക്ട് ഹി ചോദിച്ചിരിക്കുന്നത് അവനോടാണ്. അപ്പൊ യു ഇതിൽ അവനാണ്. അപ്പൊ യുവിന് പകരം നമ്മൾ ഹി ചേർക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് വേർ ഹി എന്ന് കിട്ടും. വേർ ഹി ആറിന്റെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് വേറെ ഉപയോഗിക്കാൻ പാടുണ്ടോ? അവിടെ ഹി ആയതുകൊണ്ട് വേറെ ഉപയോഗിക്കാൻ പാടില്ല നമുക്കറിയാം. ഹി വന്നാൽ എന്താ ഉപയോഗിക്കുക? ഹി വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹീയുടെ കൂടെ വാസാണോ വേറാണോ ഉപയോഗിക്കുക? വേറല്ലല്ലോ, വാസല്ലേ. പിന്നെ ഒരു വാക്കും കൂടി അതിൽ വന്നു, നിയർനെസ്സിനെ കാണിക്കുന്നത് നൗ എന്നുള്ളൊരു വേർഡ് വന്നു. ആ നൗ എന്നുള്ള എന്തായിട്ട് മാറും? നമ്മൾ നേരത്തെ പറഞ്ഞത് ദെൻ ആയിട്ട് മാറും. അതുപോലെ കറക്റ്റ് ആൻസറും കിട്ടും. അതാണ്. അപ്പൊ ആൻസർ ഇതാണ്. ഹി ആസ്ക്ഡ് ഹിം വേർ ഹി വാസ് ഗോയിങ് ദെൻ എന്ന ആൻസർ കിട്ടും. വേർ ഹി വാസ് ഗോയിങ് ദെൻ എന്നുള്ള ആൻസറാണ് കിട്ടുക. ഇതേപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ വെൻ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വെൻ വിൽ ദേ കം, വെൻ വിൽ ദേ കം എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിളാണ്. അദ്ദേഹം പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു വെൻ വിൽ ദേ കം, എപ്പോഴാണ് അവരെത്തുക എന്ന് പറഞ്ഞു. വരിക എപ്പോഴാണെന്ന് ചോദിച്ചു. അത് നമ്മൾ മാറ്റി പറയുമ്പോൾ ഹി ആസ്ക്ഡ്, ദാറ്റ് പാടുണ്ടോ? ഇല്ല, കാരണം ഇത് ക്വസ്റ്റ്യൻ ടൈപ്പാണ്, ദാറ്റ് പാടില്ല. ഹി ആസ്ക്ഡ് വെൻ വിൽ ദേ ആണല്ലോ പറഞ്ഞത്. വിൽ ദേ എന്നുള്ളതിന്റെ വേർഡ് ഓർഡർ മാറ്റണ്ടേ? എങ്ങനെയാ മാറ്റുക? ദേ വില്ലാവും. വില്ല് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഹി ആസ്ക്ഡ് വെൻ ദേ വുഡ് കം. വെൻ ദേ വുഡ് കം, വില്ല് വുഡ് ആയിട്ട് മാറും. ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് എന്നുള്ളൊരു ഫോം നമ്മൾ അതിനുപയോഗിക്കുകയാണ്. ഫ്യൂച്ചർ നേരത്തെ പറഞ്ഞിരുന്നില്ല നമ്മൾ ആ ഫോം എഴുതിയപ്പോൾ, ആ ടെൻസിന്റെ മാറ്റം വരുന്ന ഭാഗം എഴുതിയപ്പോൾ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചറിനെ നമ്മൾ ഫ്യൂച്ചർ ഇൻ പാസ്റ്റ് ആയിട്ടൊന്നും ഒന്നുമില്ല, വില്ല് വുഡായിട്ട് മാറും. അത്രയാണ്. അങ്ങനെയുള്ള മാറ്റം വരുത്തുക. അപ്പോൾ വിൽ ദേ കം, വെൻ വിൽ ദേ കം എന്ന ക്വസ്റ്റ്യൻ വന്നപ്പോൾ നമ്മൾ മാറ്റി ഹി ആസ്ക്ഡ് വെൻ ദേ വുഡ് കം എന്ന് മാറ്റി. വെൻ ദേ വുഡ് കം, വിൽ. അപ്പൊ നമ്മൾ മാറ്റിയ മാറ്റങ്ങൾ ഓർക്കേണ്ടത് വെൻ വിൽ ദേ എന്നുള്ളത് നമ്മൾ വെൻ ദേ വിൽ എന്നാക്കി. അതാണ് മാറ്റം. അതാണ് ക്വസ്റ്റ്യൻ ടൈപ്പിനെ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. വിൽ ദേ എന്നുള്ളത് ദേ വിൽ ആവും, വില്ല് വുഡും ആവും. കാരണം ടെൻസ് മാറണ്ടേ, സ്ട്രക്ചർ മാത്രം മാറ്റിയാൽ പോരല്ലോ, ടെൻസിലും മാറ്റം വരുത്തണം. അപ്പൊ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വേർഡ് ഓർഡർ മാറ്റിയിട്ട് ടെൻസ് മാറ്റി പിന്നെ ഏതാണോ അതിൽ വരുന്ന സബ്ജക്റ്റ് അതിനനുസരിച്ച് മാറ്റം വരുത്തുകയും ചെയ്താൽ, പ്രൊനൗണുകൾക്കൊക്കെ മാറ്റം വരുത്തുകയും ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ഉള്ള ആൻസർ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. ഹാസ് ഷീ ബോട്ട് ടുഡേ, എന്താണ് അവൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്? വാട്ട് ഹാസ് ഷീ ബോട്ട് ടുഡേ, അതെങ്ങനെ മാറ്റും? അതിന്റെ ആൻസർ എന്തായിട്ട് കിട്ടും? ഹി സെഡ് വാട്ട് ഹാസ് ഷീ ബോട്ട് ടുഡേ എന്നുള്ളത് എന്തായിട്ട് മാറും? നമുക്കറിയാം ഹാസ് ഷീ ബോട്ട് എന്നുള്ളത് ഹാസ് ഓർ ഹാവ് പ്ലസ് പി പി പ്ലസ് ഒബ്ജക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാം, നമ്മൾ പഠിച്ചു ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറണം. അത് മാത്രമല്ല ഇത് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്, അതിന്റെ വേർഡ് ഓർഡർ മാറ്റണം. നമ്മൾ പറഞ്ഞു ഹാസ് ഷീ ഗോട്ട് എന്നുള്ളത് ഷീ ഹാഡ് ഗോട്ട് ആവണം. അങ്ങനെയുള്ള മാറ്റം വരും. അപ്പൊ എന്തായിരിക്കും ആൻസർ? വാട്ട് ഷീ ഹാഡ് ബോട്ട് ദാറ്റ് ഡേ എന്നാ കിട്ടുക നമുക്ക് ഉത്തരം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഹാസ് ഷീ ബോട്ട് ടുഡേ. നമ്മളത് മാറ്റി എഴുതുമ്പോൾ കിട്ടും ഹി ആസ്ക്ഡ് വാട്ട് ഷീ ഹാഡ് ബോട്ട് ദാറ്റ് ഡേ എന്നായിട്ട് കിട്ടും. വാട്ട് ഷീ ഹാഡ് ബോട്ട് ദാറ്റ് ഡേ എന്ന ആൻസർ നമുക്ക് കിട്ടുക. എന്താ മാറ്റം വരുന്നത് മനസ്സിലായില്ലേ? നമ്മൾ പ്രസന്റ് പെർഫെക്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി. പിന്നെ ചെയ്തത് അതിന്റെ വേർഡ് ഓർഡർ മാറ്റിയിരുന്നു. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആയിട്ട് മാറ്റി. ഓക്കെ, അത്രയും മാറ്റങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി പറ്റിയത്. അപ്പോൾ പിന്നെ ഒരു കാര്യം, അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് കുറേ WH ടൈപ്പിൽ കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഹൗ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ വിച്ച് വെച്ചിട്ട് ചെയ്ത് നോക്കാം.
ഒരു എക്സാമ്പിൾ പറയാം. വിച്ച് ഈസ് യുവർ ബാഗ്? ഹി സെഡ് അല്ല, നമുക്കറിയാം ഇവിടെ ഹി സെഡ് അല്ല, എന്താ പിന്നെ ആസ്ക്ഡ് ആണ്. പക്ഷെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സെഡ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അത് മാറ്റി എഴുതുമ്പോൾ ആസ്ക്ഡ് എന്നാക്കണം. കാരണം ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ വന്നാൽ ആസ്ക്ഡ് എന്നാക്കണം. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടിംഗ് വർക്കൊക്കെ പലതും ഉണ്ടാവും. പക്ഷേ ഈ കോൺവെർസേഷൻ ടൈപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കുഴപ്പമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ആ കോൺവെർസേഷൻ ഇന്നാളോട് ചോദിച്ചു, പിന്നെ ജോൺ ആസ്ക്ഡ് മേരി ആൻഡ് മേരി ആൻസേർഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ പറയുമ്പോൾ അവിടെ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ആൻസർ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോഴാണ് അത്തരം സന്ദർഭങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ്, ഈ കോൺവെർസേഷൻ ടൈപ്പ് ഞങ്ങൾ എല്ലാ ടൈപ്പും ചെയ്ത് കഴിയുമ്പോൾ 4 ടൈപ്പ് സെൻറ്റൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പറഞ്ഞ 4 ഇപ്പോൾ ചെയ്യുന്ന രണ്ടാമത്തെ ഉൾപ്പെടെ 4 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മിക്സഡായിട്ട് കോൺവെർസേഷൻ നമുക്ക് ചെയ്ത് പഠിക്കാം. അതിന് മുമ്പ് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിച്ച് ഈസ് യുവർ ബാഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മാറ്റം, എങ്ങനെ മാറ്റം വരുത്തുന്നത്? ഹി സെഡ് വിച്ച് ഈസ് യുവർ ബാഗ്. ഇനി എന്നോട് ചോദിച്ചു നമ്മൾ പറയാണ് ഹി ആസ്ക്ഡ് മീ, ഹി സെഡ് ടു മീ, ഹി ആസ്ക്ഡ് മീ വിച്ച് ഈസ് യുവർ ബാഗ്. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും? അദ്ദേഹം എന്നോട് ചോദിച്ചു വിച്ച് ഈസ് യുവർ ബാഗ്. എന്നോടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? വിച്ച് ഈസ് യുവർ ബാഗ്, നിന്റെ ബാഗ്, നിങ്ങളുടെ ബാഗ്, നിന്റെ ബാഗ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനതിന് ഉത്തരം എങ്ങനെ പറയും? ഹി ആസ്ക്ഡ് മീ വിച്ച് മൈ ബാഗ് വാസ്. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ചിലതിൽ നമുക്ക് കറക്റ്റ് വേർഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്നൊന്നും മനസ്സിലാവില്ല. അത് സെൻറ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ ലെവലാക്കി അങ്ങ് എഴുതുക നമ്മൾ ചെയ്യാം. അപ്പോൾ എന്താ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് യുവർ ബാഗ് എന്നുള്ളതിൻ്റെ ആൻസർ ഇതാണ്. ഹി ആസ്ക്ഡ് മീ വിച്ച് മൈ ബാഗ് വാസ്. കറക്റ്റായിട്ട് നമ്മുടെ ആൻസറായി, വിച്ച് മൈ ബാഗ് വാസ്. എൻ്റെ ബാഗ് ഏതായിരുന്നു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. വിച്ച് ഈസ് യുവർ ബാഗ് അതിനെ മാറ്റി ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ, അത് നമ്മൾ മറക്കരുത്. ക്വസ്റ്റ്യൻ മാർക്ക് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിന് മാറ്റുമ്പം ക്വസ്റ്റ്യൻ ടൈപ്പ് മാറ്റി നമ്മൾ പറഞ്ഞു നേരത്തെ വേർഡ് ഓർഡർ മാറ്റിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓർഡർ ആക്കി എന്ന് പറഞ്ഞു. ആർ യു എന്നുള്ള യു ആർ ആക്കി. അങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ ആ സ്വഭാവം നമ്മൾ ഓക്സിലറി വെർബിനെ ഒന്ന് മാറ്റിയിട്ടു. അങ്ങനെ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറി? ക്വസ്റ്റ്യൻ അല്ലാതെ ആവുന്നുണ്ട് കുറേയൊക്കെ. എന്ന് പറഞ്ഞാൽ വാട്ടുണ്ടെന്നല്ലാതെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെയല്ല നമ്മൾ അതിനൊരു വേറെ സ്റ്റൈൽ കൊടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിലൊരിക്കലും എന്ത് വരാൻ പാടില്ല? ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാൻ പാടില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കുന്നത് ഇതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു ക്വസ്റ്റ്യൻ ടൈപ്പിനെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവാൻ പാടില്ല. അടുത്തൊരു നിയമമാണ് അതിൻ്റെ കൂടെയുള്ള. ഹൗ ഡിഡ് യു ഗെറ്റ് മൈ അഡ്രസ് എന്നൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഹി സെഡ്, ഹി ആസ്ക്ഡ് ഹിം, അല്ലെ ആസ്ക്ഡ് മീ, ഹി ആസ്ക്ഡ് മീ, നമുക്ക് അങ്ങനെ പറയാം, എന്നോട് തന്നെ ആവട്ടെ. ഹി ആസ്ക്ഡ് മീ ഹൗ ഡിഡ് യു ഗെറ്റ് മൈ അഡ്രസ്. അതാണ് ചോദ്യം. ഹൗ ഡിഡ് യു ഗെറ്റ് മൈ അഡ്രസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. നമ്മൾ പറയണം അതിനെ മാറ്റിയതാണ്, റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റിയതാണ്. ഹി ആസ്ക്ഡ് മീ ഹൗ ഡിഡ് യു ഗെറ്റ് മൈ അഡ്രസ് എന്നാണ് ചോദിച്ചത്. യു ആ ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്താക്കി മാറ്റണം? ഈ ഡിഡ് പ്ലസ് വെർബുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡിഡ് കണ്ടാൽ അത് ഏത് ടെൻസാണ്? ഓക്കെ, പറഞ്ഞേ, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. വെരി ഗുഡ്. അപ്പോൾ ആ സിമ്പിൾ പാസ്റ്റ് വന്നാൽ എന്താക്കി മാറ്റണം? നമ്മൾ പറഞ്ഞത് എന്താക്കി മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും ആൻസർ? ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഹാഡ് ഗോട്ട് ഹിസ് അഡ്രസ്. ഐ ഹാഡ് ഗോട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഹാഡ് ഐ ഗോട്ട് അല്ല, ഐ ഹാഡ് ഗോട്ട്. കാരണം നമ്മൾ പറഞ്ഞ് വേർഡ് ഓർഡർ മാറ്റണം, സ്ട്രക്ചർ മാറ്റണം, ടെൻസ് മാറ്റണം, ക്വസ്റ്റ്യൻ മാർക്ക് എടുത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് റൂൾ അനുസരിച്ച് മാറ്റി നമ്മൾ. ഹി ആസ്ക്ഡ് മീ ഹൗ ഐ ഹാഡ് ഗോട്ട് ഹിസ് അഡ്രസ് എന്നായിട്ട് മാറും. അതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് കാലിക്കറ്റ് ചോദിക്കാം. അദ്ദേഹത്തിനോട് ചോദിച്ചു ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് കാലിക്കറ്റ്. കാലിക്കറ്റ് എത്താൻ എത്ര സമയമെടുക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് കാലിക്കറ്റ്. അദ്ദേഹം എന്നോട് ചോദിച്ചു. ഈ സെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റുന്നു ഈ ആസ്ക്ഡ്. അങ്ങനെ പറയാൻ കാരണം അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട്. സെറ്റ് തന്നിട്ട് നമ്മളോട് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് മുമ്പൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പല ക്വസ്റ്റ്യൻസിൽ ഇപ്പോഴും വരുന്നുണ്ട്. അത് ജനറൽ ഗ്രാമറിലായിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ ഈ കോൺവെർസേഷൻ മാത്രമാണ് എക്സാമിനുള്ളതെന്നൊരു സത്യം. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മോഡൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഗ്രാമർ ചോദിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഓരോ സെന്റൻസ് വന്നിട്ട് ഇതിനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. എന്തായാലും ഇവിടെ ഈ ആസ്ക്ഡ് എന്നുള്ളത് നമുക്ക് പറയാം. ഈ സെറ്റ് ഈ ആസ്ക്ഡ് എന്താ ചോദിച്ചത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് കാലിക്കറ്റ്. കാലിക്കറ്റ് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ എങ്ങനെ മാറ്റും അത്? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്നാണ്. വില്ല് ഉണ്ടാവണം അല്ലേ? എന്താ പിന്നെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം, ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഇവിടെ ഫ്യൂച്ചറാണ്, സിമ്പിൾ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ആവണം. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ഹി ആസ്ക്ഡ് മീ ഹൗ
how long it would take to reach Calicut. That is the answer. He asked me how long it would take to reach Calicut. ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കുക, എഴുതി കൊടുക്കുക, അത്ര നമ്മൾ മാർക്ക് കിട്ടി. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും സിമ്പിളാണ് ആൻസർ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു റീച്ച് കാലിക്കറ്റ്? He asked me how long it would take to reach Calicut. ആൻസർ ആയി. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആരായിരുന്നു കവിത എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്? Who was planning to write the poem? അദ്ദേഹം ചോദിച്ചു. He said, who was planning to write the poem? ആരാണ് കവിത എഴുതാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നത്? ആരായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ മാറ്റി എഴുതുന്നു. He asked who was planning. Was or verb plus ing plus object. ഏത് ടെൻസാ പറഞ്ഞേ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വന്നാൽ എങ്ങോട്ട് മാറ്റണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വന്നാൽ എന്തായിട്ട് മാറണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ എന്തായിരിക്കും ആൻസർ? വാസ് ഓർ വെർബ് പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഹാഡ് ബീൻ പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ, ഹാഡ് ബീൻ പ്ലസ് ing ആണെങ്കിൽ എന്തായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ. അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് വന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറുന്നുള്ള റൂളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഹു വാസ് പ്ലാനിങ് ടു റൈറ്റ് ദ പോയം? ആരായിരുന്നു പരീക്ഷ എഴുതാൻ വേണ്ടി പോയം എഴുതാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്നത്? അപ്പൊ നമ്മൾ മാറ്റി പറയുന്നു. He asked who had been planning to write the poem. He asked who had been planning to write the poem. ഇത്തരത്തിലാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസുകളിലുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്ന. എന്താ WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ? വാട്ട്, വിച്ച്, വേർ, വെൻ, അതുപോലെ തന്നെ ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൺ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ മാറ്റേണ്ടത് ഈ രീതിയിലാണ് മാറ്റേണ്ടത്. ആസ്ക്ഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ദാറ്റ് ചേർക്കാതെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തി, ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കി, നിയർനെസ് വേർഡ്സ് ഒക്കെ മാറ്റം വരുത്തി, ഇങ്ങനെ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ വേറെയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു ഇനമുണ്ട് ഇതിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ. അതിന്റെ പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. പേര് പോലെ തന്നെ അതിന്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക്. അപ്പൊ അദ്ദേഹം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. അദ്ദേഹം ചോദിച്ചു, ഹി ആസ്ക്ഡ് അല്ലെങ്കിൽ ഹി ടോൾഡ്, ഹി സെഡ്, എന്താ പറഞ്ഞത്? ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക്. അവള് മിൽക്ക് കഴിക്കുമോ എന്ന് ചോദിച്ചു. ഇത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കറിയാം. ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് ക്വസ്റ്റ്യൻ ആണ്, കുടിക്കുമോ എന്നാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ W ഇല്ല, H ഇല്ല. വാട്ടും വിച്ചും എന്ന് പറയുന്ന വാട്ട്, വിച്ച്, വേറോ അല്ലെങ്കിൽ ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഫാർ, ഹൗ ലോങ് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാതെ ആണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തുടക്കത്തിലെ വേർഡ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്സ് ആയ വാട്ട്, വിച്ച്, വേർ, ഹൗ ഓഫൺ, ഹൗ മെനി ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആവുകയും ചെയ്യുന്നു. എങ്ങനെ? ഒരു ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന നമുക്കറിയുന്ന 24 ഓക്സിലറി വെർബ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ആരംഭിക്കുകയും എന്നാൽ ക്വസ്റ്റ്യൻ ആവുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ പറഞ്ഞ ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് പോലുള്ള സെന്റൻസുകളെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുക. അതിന്റെ ആൻസർ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്. അപ്പോൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ടൈപ്പ് WH ക്വസ്റ്റ്യന്റെ ആൻസറിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പുതിയ കാര്യം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ പുതിയ കാര്യം അതാണ്. ഇതിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെന്റൻസിനെ മാറ്റി നോക്കാം. ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് എന്നുള്ളത് ഹീ സെഡ്. അപ്പോൾ ഇതിൽ വാട്ടും വിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സെന്റൻസുകളെ മാറ്റി എഴുതുമ്പോൾ ഇതിൽ നമ്മൾ ബലം കൊടുക്കാനായിട്ട് നമ്മൾ ഓരോന്നിനൊക്കെ ഒരു കുത്തൊക്കെ കൊടുത്ത് ബലം കൊടുക്കുമല്ലോ. അതേപോലെ ഈ ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകൾക്ക് ബലമില്ല. എന്തില്ലാത്തതുകൊണ്ട്? വാട്ടും വിച്ചും വേറും എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ നെയിം, വെർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ വാട്ട്, വിച്ച്, ഹൗ ലോങ്, ഹൗ ഓൾഡ് ആർ യു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിലൊരു സ്ട്രോങ് ഉണ്ട്. ആ സ്ട്രോങ്ങിൻ്റെ ഒരു സംഭവം ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ അതിന് താങ്ങ് കൊടുക്കുന്ന പോലെ അതിന് പകരമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സിനെ പരിചയപ്പെടാം. അതൊന്ന് വെദർ ആണ്, മറ്റൊന്ന് ഈഫാണ്.
അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഓക്സിലറി വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആ ക്വസ്റ്റ്യൻസിനെയും മാറ്റി എഴുതുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വെദർ അല്ലെങ്കിൽ ഈഫ് ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് എന്തിനു പകരം എന്ന് വിചാരിച്ചാൽ മതി. വാട്ട്, വിച്ച്, ഹൗ, ഹൗ ലോങ്, ഹൗ ഫാർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരം ബലത്തിന് വേണ്ടി പകരം ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വിചാരിച്ചാൽ കുറച്ചും കൂടി പഠിക്കാനും ഓർക്കാനും എളുപ്പമായിരിക്കും. അപ്പൊ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ വെദർ അല്ലെങ്കിൽ ഈഫ് ഇവിടെ ഉപയോഗിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ്. അപ്പൊ അതിന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക് എന്നുള്ളത് മാറ്റി എഴുതുമ്പോൾ ഹി ആസ്ക്ഡ്, ആസ്ക്ഡ് ഒന്നും മാറ്റില്ല, ചോദ്യം തന്നെയാണല്ലോ. അപ്പൊ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് തന്നെ. ഹി ആസ്ക്ഡ് മീ ആണോ, ഇനി ഹിം ആണോ, എങ്ങനെയാവാം? ഹി ആസ്ക്ഡ് അല്ലെ, വെറുതെ ചോദിക്കാം. ഹി ആസ്ക്ഡ് ചോദിച്ചു, എന്താ? ഡസ് ഷീ ഡ്രിങ്ക് മിൽക്ക്. അത് മാറ്റി എഴുതുമ്പോൾ നമുക്കറിയാം ഡസ് ഷീ എന്ന് പറയുന്നത് ഡസ് വന്നാൽ സിമ്പിൾ പ്രസന്റ് ആണ്, ഇത് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറണം. അതുപോലെ വേർഡ് ഓർഡർ മാറണം. ഡസ് ഷീ എന്നുള്ളത് ഷീ ഡസ് ആവണം, ഷീ ഡിഡ് ആവണം, കാരണം സിമ്പിൾ പാസ്റ്റ് ആക്കണം. അത് സെന്റൻസ് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക്. ആൻസർ ഇതാണ് കിട്ടുക. ഹി ആസ്ക്ഡ് മീ അല്ലെങ്കിൽ ഹി ആസ്ക്ഡ്, വെറുതെ ചോദിച്ചു. ഹി ആസ്ക്ഡ് വെദർ, നമ്മൾ ചേർക്കുകയാണ് അവിടെ. വെദർ അല്ലെങ്കിൽ ഈഫ് ചേർക്കുകയാണ്, അല്ലെങ്കിൽ ഈഫ് വെദർ ചേർക്കാം. ഹി ആസ്ക്ഡ് വെദർ ഷീ ഡ്രാങ്ക് മിൽക്ക്. ഡ്രിങ്ക്, ഡ്രിങ്ക്സ്, ഡ്രിങ്ക്, ഡ്രാങ്ക് എന്ന് പറയുമ്പോൾ ഡിഡ് ചേർക്കും. അപ്പോൾ ഡിഡ് പ്ലസ് ഡ്രിങ്ക് ആണ് ഡ്രാങ്ക്. അപ്പോൾ ഒന്ന് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നു വെദർ ഷീ ഡ്രാങ്ക് മിൽക്ക്. ക്വസ്റ്റ്യൻ ഓർഡർ മാറ്റി. വെദർ എന്ന് പറഞ്ഞാൽ ആണോ എന്നുള്ള അർത്ഥം കിട്ടുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ഓർഡർ മാറ്റി. ഡസ് ഷീ എന്നുള്ളത് നമ്മൾ മാറ്റി ഷീ ഡസ് ആക്കി. ഷീ ഡിഡ് ആവണം. പിന്നെ ഡിഡും പിന്നെ ഡ്രിങ്ക് കൂടി ചേർന്നപ്പോൾ ഡ്രാങ്ക് ആയി. ഒന്ന് ചെയ്തി. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് വെദർ ഷീ ഡ്രാങ്ക് മിൽക്ക്, ഈഫ് ഷീ ഡ്രാങ്ക് മിൽക്ക്, ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം. അപ്പോൾ ഹി ആസ്ക്ഡ് മീ വെദർ ഷീ ഡ്രാങ്ക് മിൽക്ക് എന്ന ഉത്തരം കിട്ടും. സിമ്പിൾ ആൻസർ ആണ്. പക്ഷെ ഇതിൽ എത്തണമെങ്കിൽ ഈ ടെൻസ് മാറുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേർഡ് ഓർഡറിലെ മാറ്റം, അതുപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ആവുന്നു എന്നുള്ള നിയമം പഠിക്കൽ, ഇതൊക്കെ അനിവാര്യമാണ്. വെരി ഇന്നവിറ്റബിൾ ആണ്. മറന്നു പോയാൽ എക്സാമിന് തെറ്റിപ്പോകുന്നുള്ളതാണ്. ഒരു തരത്തിൽ നമുക്ക് എക്സാം ആൻസർ കറക്റ്റാക്കാൻ കഴിയില്ല. അപ്പോൾ ഓരോ ആൻസറും ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. ഒരു ടൈപ്പ് സെന്റൻസിൽ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറേ നിയമങ്ങൾ, റൂൾസുകൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ക്ലാസ്സുകളിലേക്ക്, അടുത്ത എക്സാമ്പിളിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻട്രോഗേറ്റീവിലെ WH ക്വസ്റ്റ്യൻസിന്റെ എങ്ങനെ ചെയ്യുന്നുള്ളതും അതിന്റെ വേർഡ് ഓർഡറിലെ മാറ്റം, ടെൻസിലെ മാറ്റം, ക്വസ്റ്റ്യൻ മാർക്ക് ഒഴിവാക്കണം, അതുപോലെ തന്നെ ടെൻസിലെ മാറ്റങ്ങൾ, ഇതൊക്കെ പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തതിൽ നമ്മൾ ആ കാര്യം പറഞ്ഞു. അതും കൃത്യമായിട്ട് അതിന്റെ ഒരു വേർഡ് ഓർഡർ ഒന്ന് എഴുതി പഠിച്ചു നോക്കുക, വെദർ ഈഫ് ഒക്കെ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ തുടർച്ച, ഇൻട്രോഗേറ്റീവിന്റെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ തുടർച്ച ഉണ്ടാവും. അതിന് തയ്യാറായിരിക്കുക എല്ലാവരും. ഇത് കറക്റ്റായിട്ടൊന്ന് ഇതിൽ വരുന്ന സംശയങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിനോടുകൂടി, അടുത്ത എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുന്നതോടുകൂടി ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.